അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റവാത്തിബ് നമസ്കാരവും തഹിയ്യത്ത് നമസ്കാരവും ഒരേ നിയ്യത്തിൽ നിർവഹിക്കാമോ? ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുന്നത്ത് നമസ്കാരങ്ങളായ തഹിയ്യത്ത് നമസ്കാരവും റവാത്തിബ് നമസ്കാരവും ഒരേ നിയ്യത്തിൽ ഒരുമിച്ച് നമസ്കരിക്കാം. ഇപ്പൊ 2 റക്അത്ത് തഹിയ്യത്തും 2 റക്അത്ത് റവാത്തിബും രണ്ടാക്കാതെ സമയത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ 2 റക്അത്ത് തഹിയ്യത്തും 2 റക്അത്ത് റവാത്തിബും നമസ്കരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും നിസ്കാരം തുടങ്ങും. അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്തും 2 റക്അത്ത് റവാത്തിബും ഒരുമിച്ച് 2 റക്അത്തായി തന്നെ 2 നിയ്യത്തിൽ തഹിയ്യത്തിന്റെയും റവാത്തിബിന്റെയും നിയ്യത്തിൽ നമസ്കരിക്കാവുന്നതാണ്. കാരണം തഹിയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വളരെ പ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, പള്ളിയിൽ കയറിയാൽ ഫലാ യജ്ലിസ് ഹത്താ യർക റക്അത്തൈനി, 2 റക്അത്ത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. അപ്പൊ സുന്നത്ത് നമസ്കാരമായ റവാത്തിബും തഹിയ്യത്തും 2 നമസ്കാരങ്ങൾക്ക് വേണ്ടി നിയ്യത്തെടുത്ത് 2 റക്അത്തായി, 2 നമസ്കാരങ്ങൾക്കും വേണ്ടിയും 2 റക്അത്ത് മാത്രം, അഥവാ 2 റക്അത്ത് തഹിയ്യത്തും 2 റക്അത്ത് റവാത്തിബും ഒരുമിച്ച് ചേർത്ത് 2 റക്അത്ത് എന്ന രൂപത്തിൽ 2 നിയ്യത്തിൽ നിർവഹിക്കാവുന്നതാണ്. അത് സ്വീകാര്യമാണ്. എന്നാൽ ഫർള് നമസ്കാരങ്ങളുടെ നിയ്യത്തും സുന്നത്ത് നമസ്കാരങ്ങളുടെ നിയ്യത്തും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് 2 റക്അത്തുള്ള സുബഹിയും സുബഹിക്കുമുള്ള 2 റക്അത്തുള്ള റവാത്തിബും ഒരേ നിയ്യത്തിൽ നിർവഹിക്കാൻ പാടില്ല. എന്നാൽ തഹിയ്യത്തിന്റെയും റവാത്തിബിന്റെയും സുന്നത്ത് നമസ്കാരങ്ങൾ ഒരേ നിയ്യത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സ്വീകാര്യമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മടിയുടെ അടിസ്ഥാനത്തിലോ അലസതയുടെ അടിസ്ഥാനത്തിലോ അല്ല. പള്ളിയിൽ എത്തുമ്പോൾ ഇഖാമത്തിന്റെ ഇടയിൽ ഇനി റവാത്തിബിന് മാത്രം സമയമുള്ളെങ്കിൽ തഹിയ്യത്തും കൂടി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ നിയ്യത്തും ഈ റവാത്തിബിന്റെ നിയ്യത്തും ഒരുമിച്ച് ചേർത്ത് നമസ്കരിക്കാൻ എന്നുള്ളൊരു ഇളവായി മാത്രം ഇത് കാണുക. അതല്ലാതെ തഹിയ്യത്ത് നമസ്കരിക്കാൻ സമയമുണ്ട്, റവാത്തിബിന് സമയമുണ്ട് എങ്കിൽ അത് 2 നമസ്കരിക്കൽ തന്നെയാണ് നല്ലത്. ഈ അല്ലാത്ത സമയമില്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്തുക. ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.